നമസ്കാരം TCV പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് PP സൈതലവിക്കെതിരെ ഗ്രാമപഞ്ചായത്ത് UDF മെമ്പർമാർ അവിശ്വാസത്തിന് നോട്ടീസ് നൽകി. UDF ഭൂരിപക്ഷമുള്ള ഭരണസമിതിയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു UDF മെമ്പറുടെ വോട്ട് അസാധുവായതിനെ തുടർന്ന് നറുക്കെടുപ്പിൽ LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിജയിക്കുകയായിരുന്നു. താനാളൂരിൽ LDF അംഗത്തിന്റെ തെരഞ്ഞെടുപ്പിനെതിരായ ഹർജി തള്ളി. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി നൽകിയ ഹർജിയാണ് തിരൂർ മുനിസിപ്പൽ കോടതി തള്ളിയത്. അബ്ദുൾ റസാഖിന്റെ വിജയം റദ്ദ് ചെയ്യുന്നത് കാട്ടിയാണ് സൈതലവി ഹർജി നൽകിയിരുന്നത്. മലപ്പുറത്ത് 13 തദ്ദേശ സ്ഥാപനങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ. താനൂർ, പൊന്നാനി നഗരസഭകളിലും 10 പഞ്ചായത്തുകളിലുമാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഇന്നു മുതൽ പ്രാബല്യത്തിലായത്. നിറമരുതൂർ പഞ്ചായത്തിലെ ഉണ്ണിയാൽ ബാല നെയ്ത്ത് കേന്ദ്രം മന്ത്രി വി ഹദുറൈമാൻ നാടിന് സമർപ്പിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചെലവിലാണ് വലനെയ്ത്ത് കേന്ദ്രം നിർമ്മിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 12,868 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,24,886 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.3 ആണ്. ജില്ലയിൽ വ്യാഴാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.7% രേഖപ്പെടുത്തി. 1,561 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. വാർത്തകൾ വിശദമായി. നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സൈതലവിക്കെതിരെ നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് UDF മെമ്പർമാർ അവിശ്വാസത്തിന് നോട്ടീസ് നൽകി. UDFന് ഭൂരിപക്ഷമുള്ള ഭരണസമിതിയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു UDF മെമ്പറുടെ വോട്ട് അസാധുവായതിനെ തുടർന്ന് നറുക്കെടുപ്പിൽ LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിജയിക്കുകയായിരുന്നു. UDFന്റെ 9 മെമ്പർമാർ ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസ് താനൂർ BDOക്ക് നൽകി. നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സൈതലവിക്കെതിരെ നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് UDF മെമ്പർമാർ അവിശ്വാസത്തിന് നോട്ടീസ് നൽകി. UDFന് ഭൂരിപക്ഷമുള്ള ഭരണസമിതിയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു UDF മെമ്പറുടെ വോട്ട് അസാധുവായതിനെ തുടർന്ന് നറുക്കെടുപ്പിൽ LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിജയിക്കുകയായിരുന്നു. UDFന്റെ 9 മെമ്പർമാരും ഒപ്പിട്ട അവിശ്വാസ പ്രമേയ നോട്ടീസ് താനൂർ BDOക്ക് നൽകി. നിലവിലുള്ള ഭരണസമിതി പ്രസിഡന്റ് PP സൈതലവി എന്നിവർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്നുള്ളത് പൊതുസമൂഹം വരെ വിലയിരുത്തി കഴിഞ്ഞ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ UDFന്റെ മെമ്പർമാർ UDFന്റെ നേതാക്കളോടൊപ്പം ബഹുമാനപ്പെട്ട ബ്ലോക്ക് സെക്രട്ടറി BDOക്ക് അവിശ്വാസ പ്രമേയം നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സൈതലവിക്കെതിരെ ഞങ്ങൾ പ്രമേയം ഇന്ന് കൊടുക്കുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട BDOയുടെ ഭാഗത്തു നിന്ന് സത്വര നടപടി ഉണ്ടാകുമെന്നും ഇലക്ഷൻ കമ്മീഷൻ്റെ നിയമാവലിക്ക് അനുസൃതമായി എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ബഹുമാനപ്പെട്ട BDO പറയുകയുണ്ടായി. നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 6 മാസം തീരദേശ മേഖലയിലെ കുടിവെള്ള പ്രശ്നം, അതുപോലെ തന്നെ നമ്മുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ നിറമരുതൂർ പഞ്ചായത്തിനുണ്ടായ വീഴ്ച, അതുപോലെ തന്നെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. UDF മെമ്പർമാരായ ഇസ്മായിൽ പത്തമ്പാട്, VM ഇക്ബാൽ, CP സദഹുള്ള, ചാരാത്ത് നാസർ, CP മനീഷ്, UDF പഞ്ചായത്ത് ചെയർമാൻ കുന്നുമൽ ദാസൻ, കൺവീനർ KM നൌഫൽ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CP ഹനീഫ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. താനാളൂരിൽ LDF അംഗത്തിന്റെ തെരഞ്ഞെടുപ്പിനെതിരായ ഹർജി തള്ളി. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി നൽകിയ ഹർജി തിരൂർ മുനിസിപ്പൽ കോടതിയാണ് തള്ളിയത്. 17-ാം വാർഡിൽ നിന്നും വിജയിച്ച അബ്ദുൾ റസാഖിന്റെ വിജയം റദ്ദ് ചെയ്യണമെന്ന് കാട്ടിയാണ് സൈതലവി ഹർജി നൽകിയിരുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 17-ാം വാർഡിൽ നിന്നും മത്സരിച്ച് വിജയിച്ചാണ് വെളിയത്ത് അബ്ദുൾ റസാഖ് താനാളൂർ ഗ്രാമപഞ്ചായത്ത് അംഗമായത്. LDF സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു അബ്ദുൾ റസാഖ് മത്സരിച്ച് വിജയിച്ചത്. ഒരു വോട്ടിനാണ് റസാഖിന്റെ വിജയമുണ്ടായത്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന് തൊട്ടു പിന്നാലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച വെളിയത്ത് സൈതലവി കോടതിയെ സമീപിക്കുകയായിരുന്നു. റസാഖിന്റെ വിജയം ഒരു വോട്ടിനായതിനാൽ ആ വിജയം റദ്ദാക്കണമെന്നും തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സൈതലവി കോടതിയെ സമീപിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി ഹർജി തള്ളുകയായിരുന്നു. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ അട്ടിമറിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതായി അബ്ദുൾ റസാഖ് പറഞ്ഞു. സത്യം വീണ്ടും ജയിച്ചതായും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ അബ്ദുൾ റസാഖ് കൂട്ടിച്ചേർത്തു. 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ മോശപ്പെട്ട രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തിയും
KMCC ഉൾപ്പെടെയുള്ള സംഘടനകളും താനൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് UDFും വളരെ വലിയ രീതിയിലുള്ള ഫണ്ട് ശേഖരണം നടത്തി അന്നത്തെ CPIഎമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയായ എന്നെ താനാളൂർ പഞ്ചായത്തിലെ 17-ാം വാർഡിൽ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ ഇടപെടലുകളാണ് നടത്തിയത്. ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് എത്രത്തോളം കുപ്രചരണങ്ങൾ അഴിച്ചുവിടാമെന്ന് ആ തെരഞ്ഞെടുപ്പിൽ വലതുപക്ഷം താനാളൂരിലെ 17-ാം വാർഡിൽ നടത്തിയതാണ്. അതിനെ അതിജീവിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും താനാളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദ് ചെയ്യണമെന്നും എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കപ്പെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്കെതിരെ മത്സരിച്ചിട്ടുള്ള വാർഡിലെ സ്ഥാനാർത്ഥി തിരൂർ മുൻസിഫ് കോടതിയെ സമീപിക്കുകയും 2/21 ഇലക്ഷൻ OP-ആയി ഫയലിൽ സ്വീകരിച്ചതുമായ കേസ് 29-ാം തീയതി കോടതി തള്ളിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ സത്യം ജയിച്ചു എന്നുള്ളത് നമ്മളൊക്കെ തന്നെ കണ്ടതാണ്. എന്നാൽ വീണ്ടും സത്യം മാത്രമേ ജയിക്കൂ എന്ന് കോടതി വിധിയിലൂടെ വന്നിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളെ ആകെ കബളിപ്പിക്കപ്പെട്ട, നാട്ടിലെ ജനങ്ങളോടാകെ കള്ളപ്രചരണം നടത്തിയ UDFും UDF പിന്താങ്ങിയിട്ടുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയും നാട്ടിലെ ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. 2000 ഒക്ടോബർ മുതൽ 5 തവണ വി അബ്ദുൾ റസാഖ് ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2020 തെരഞ്ഞെടുപ്പിനെ നേടുമ്പോൾ CPIM ഏരിയ സെക്രട്ടറിയായിരുന്നു. നിലവിലെ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റാണ്. കഴിഞ്ഞ ഭരണസമിതിയിൽ പ്രസിഡന്റുമായിരുന്നു. വി അബ്ദുൾ റസാഖിന് വേണ്ടി അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരൻ കോടതിയിൽ ഹാജരായി. മലപ്പുറത്ത് 13 തദ്ദേശ സ്ഥാപനങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ. താനൂർ പൊന്നാനി നഗരസഭകളിൽ 10 പഞ്ചായത്തുകളുമാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഇന്നു മുതൽ പ്രാബല്യത്തിലായത്. കോവിഡ് വ്യാപനം അതീവ രൂക്ഷമായ 13 തദ്ദേശ സ്ഥാപന പരിധിയിലാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയത്. താനൂർ പൊന്നാനി നഗരസഭകളിലും കണ്ണമംഗലം, ഏലംകുളം, നന്നമ്മുക്ക്, പോരൂർ, എടയൂർ, ആലിപ്പറമ്പ്, തവനൂർ, വെളിയംകോട്, മേലാറ്റൂർ, വണ്ടൂർ എന്നീ പഞ്ചായത്തുകളിലുമാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിട്ടുള്ളത്. കണ്ണമംഗലത്താണ് ഏറ്റവും അധികം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 25.12%, നന്നമ്മുക്ക് 22.49%, ഏലംകുളം 22.17%, പോരൂർ 21.84%, എടയൂർ 20.71%, ആലിപ്പറമ്പ് 20.03%, താനൂർ 19.59%, തവനൂർ 19.18%, പൊന്നാനി 18.74%, വെളിയംകോട് 18.41%, മേലാറ്റൂർ 18.21%, വണ്ടൂർ 18.14 എന്നിങ്ങനെയാണ് മറ്റു തദ്ദേശ സ്ഥാപനങ്ങളിലെ TPR നിരക്ക്. D വിഭാഗത്തിൽ ഉൾപ്പെടുന്ന തദ്ദേശ ഭരണ പ്രദേശങ്ങളിൽ കർശനമായ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ തുടരും. A, B, C, D വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇതുവരെ അനുവദിച്ച ഇളവുകൾ തുടരുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. B വിഭാഗത്തിൽ ഉൾപ്പെടുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷകൾക്ക് സർവീസ് നടത്താൻ അനുമതിയുണ്ട്. ഡ്രൈവർ ഉൾപ്പെടെ 2 യാത്രക്കാർ മാത്രമേ വാഹനത്തിലുണ്ടാകാവൂ എന്നും ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും റെയിൽ, റോഡ് മാർഗങ്ങളിലൂടെ ജില്ലയിലെത്തുന്നവർ RT-PCR നെഗറ്റീവ് സാക്ഷ്യപത്രം കൈവശം വെക്കണം. ഇത് ബന്ധപ്പെട്ട നോഡൽ ഓഫീസർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തും. ശരാശരി TPR നിരക്ക് 12%-നും 18%-നും ഇടയിലുള്ള പ്രദേശങ്ങൾ അതിവ്യാപന മേഖലയായ C വിഭാഗത്തിലാണ് ഉൾപ്പെടുക. 6-നും 12%-നും ഇടയിൽ ശരാശരി TPR നിരക്കുള്ള പ്രദേശങ്ങൾ മിതവ്യാപന മേഖലയായ B വിഭാഗത്തിലും, ശരാശരി TPR നിരക്ക് 6%-ന് താഴെയുള്ള പ്രദേശങ്ങളിൽ വ്യാപനം കുറഞ്ഞ മേഖലയായ A വിഭാഗത്തിലുമാണ് ഉൾപ്പെടുക. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ N95 മാസ്കോ, ഇരട്ട മാസ്കോ നിർബന്ധമായും ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ശാസ്ത്രീയമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ കോവിഡ് മരണങ്ങൾ കുറയാൻ കാരണമെന്ന് നിയമസഭാ സ്പീക്കർ MP രാജേഷ് പറഞ്ഞു. ബഹുമാന്യനായ 15ാം നിയമസഭയുടെ സ്പീക്കർ ബഹുമാന്യനായ ശ്രീ MP രാജേഷ് അവർ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച് ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട്. സോ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. നിയന്ത്രണങ്ങളോട് പൊതുജനം സഹകരിച്ചതും ശാസ്ത്രീയ പ്രതിരോധ പ്രവർത്തനങ്ങളും കേരളത്തിൽ കോവിഡ് വ്യാപനവും മരണവും കുറയ്ക്കാൻ കാരണമായതായി നിയമസഭാ സ്പീക്കർ MP രാജേഷ് അഭിപ്രായപ്പെട്ടു. കോവിഡിനെ തുടർന്ന് വലിയ തോതിലുള്ള ജീവാപായം ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അത് താരതമ്യേന ഏറ്റവും കുറവ് കേരളത്തിലാണ്. മരണനിരക്ക് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ പ്രദേശമായിട്ട് കേരളം മാറി എന്നത് നമുക്ക് അഭിമാനവും ആശ്വാസവും നൽകുന്ന കാര്യമാണ്. അതിലൊരുപാട് ഘടകങ്ങളുണ്ട്. കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ മികവ്, കേരളത്തിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ശാസ്ത്രീയമായിട്ടുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ, കോവിഡ് പ്രതിരോധത്തിലെ സാമൂഹിക ഇടപെടൽ, ജനകീയ പങ്കാളിത്തം,
ഇതെല്ലാം മരണനിരക്ക് കുറച്ചു നിർത്തുന്നതിന് കാരണമാണ്. യഥാർത്ഥത്തിൽ മരണനിരക്ക് വളരെ കൂടുതലാകേണ്ട ഒരു സംസ്ഥാനമാണ് മറ്റു പല ഘടകങ്ങളും നോക്കുമ്പോൾ കേരളം. കാരണം ഒന്ന്, കേരളത്തിലെ ജനസംഖ്യയിൽ പ്രായമായവരുടെ എണ്ണം വളരെ കൂടുതലാണ്. പ്രായമേറിയവരെയാണ് കോവിഡ് കൂടുതൽ മാരകമായിട്ട് ബാധിക്കുക. രണ്ടാമത്തേത്, ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിൽ വളരെ കൂടുതലാണ്. പ്രമേഹം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ. അപ്പൊ അത്തരത്തിലുള്ള രോഗങ്ങളുള്ളവരെ കൂടുതൽ അപകടകരമായ നിലയിൽ കോവിഡ് ബാധിക്കും. ഇങ്ങനെയുള്ള ജനസാന്ദ്രത കേരളത്തിൽ വളരെ കൂടുതലാണ്. വ്യാപനത്തിന്റെ സാധ്യത മറ്റ് പ്രദേശങ്ങളെക്കാൾ താരതമ്യേന കൂടുതലാണ് കേരളത്തിൽ. ഇങ്ങനെയുള്ള പ്രതികൂല ഘടകങ്ങളെല്ലാം ഉണ്ടായിട്ട് അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മരണനിരക്ക് ആഗോള ശരാശരിയേക്കാൾ താഴെ നിർത്താൻ, ദേശീയ ശരാശരിയേക്കാൾ താഴെ നിർത്താൻ കേരളത്തിന് കഴിഞ്ഞു എന്നത് ചെറിയ നേട്ടമല്ല. ജനസാന്ദ്രതയും ജീവിതശൈലി രോഗികളും ഏറെയുള്ള സംസ്ഥാനത്തിൽ പ്രതികൂല ഘട്ടങ്ങളെ അതിജീവിച്ചാണ് നാം കോവിഡിനെ നേരിട്ടുള്ളത്. ഇളവ് കൊടുത്തതിന്റെ പേരിൽ രോഗവ്യാപനവും ജാഗ്രതയില്ലായ്മയും ഇനിയുണ്ടാവരുതെന്നും അദ്ദേഹം പറഞ്ഞു. സഹപ്രവർത്തകർക്ക് ആപത്ത് വരുമ്പോൾ ആശ്വാസവുമായെത്തുന്ന ജില്ലാ ട്രേഡേഴ്സ് വെൽഫെയർ ഫൗണ്ടേഷനും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയും ജില്ലാ ട്രേഡേഴ്സ് വെൽഫെയർ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച കുടുംബസുരക്ഷാ പദ്ധതിയായ പ്രതീക്ഷയുടെ ഉദ്ഘാടനം ആലത്തൂർ ഹാജിത്ത് ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി അധ്യക്ഷത വഹിച്ചു. കുടുംബസഹായ ഫണ്ടിന്റെ ഉദ്ഘാടനം കായിക മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. 5 കുടുംബങ്ങൾക്കാണ് 10 ലക്ഷം രൂപ ധനസഹായം കൊടുക്കുന്നത്. നല്ലൊരു കൈ പ്ലീസ്. വിവിധ സ്ഥലങ്ങളിൽ ചുങ്കത്തറ, അരീക്കോട് തുടങ്ങിയ പ്രദേശങ്ങളിൽ വരും ദിവസങ്ങളിൽ ബാക്കി 3 പേർക്ക് കൂടി ധനസഹായം കൊടുക്കുന്നു. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ നേരിടുന്ന വിഭാഗമാണ് നമ്മുടെ കേരളത്തിലെ, മാത്രമല്ല ലോകത്തിലെ മുഴുവൻ വ്യാപാരികൾ. കഴിഞ്ഞ കുറേ മാസങ്ങളായി തങ്ങൾ സ്വരൂപിച്ചു വെച്ച കച്ചവട സ്ഥാപനങ്ങളിൽ സ്റ്റോക്ക് അടക്കമുള്ളവരുടെ എക്സ്പയറി ഡേറ്റുകൾ, ഡാമേജുകൾ, പ്രളയം മൂലമുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ, ഇതിനോട് അനുബന്ധിച്ച് നമ്മൾ വാങ്ങിയിട്ടുള്ള വായ്പകൾ, അതുമായി ബന്ധപ്പെട്ട പലിശകൾ, ഇതെല്ലാം തന്നെ ഈ സമൂഹത്തെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നടക്കുകയാണ്. മാനസികമായിട്ടുള്ള സംഘർഷം, അതോടൊപ്പം തന്നെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക, ഇതെല്ലാം നിഴലിക്കുന്ന അവസരത്തിലാണ് ജില്ലാ ട്രേഡേഴ്സ് വെൽഫെയർ ഫൗണ്ടേഷൻ ഈ കുടുംബങ്ങൾക്ക് ആശ്വാസമായി സ്വന്തം കുടുംബനാഥനെ നഷ്ടപ്പെട്ടവർക്ക്, തങ്ങളുടെ സഹോദരനെ, സഹപ്രവർത്തകനെ നഷ്ടപ്പെടുമ്പോൾ അവർക്കൊരു ആശ്വാസ ധനമായിക്കൊണ്ട് 10 ലക്ഷം രൂപ നൽകുന്നത്. കോവിഡ് പ്രതിസന്ധി ഏറ്റവും അധികം പ്രയാസമനുഭവിച്ച മേഖലയാണ് വ്യാപാര മേഖലയെന്നും നിസ്സഹായരാകുമ്പോൾ സാന്ത്വനവുമായി എത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ലെന്നും മന്ത്രി പറഞ്ഞു. MLA KT ജലീൽ, തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് വി ശാലിനി, PA ഭാവ, PP ബഷീർ, നാസർ അരീക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു. SFI മലപ്പുറം ജില്ലാ കമ്മിറ്റി മൊബൈൽ ചലഞ്ചിലൂടെ സമാഹരിച്ച മൊബൈൽ ഫോൺ വിതരണം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. ജില്ലയിലെ 1000 വിദ്യാർത്ഥികൾക്കാണ് SFI മൊബൈൽ ചലഞ്ചിലൂടെ ഫോൺ ലഭ്യമാക്കുന്നത്. ഓൺലൈൻ പഠന സൗകര്യങ്ങൾ ഇല്ലാത്ത വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനാണ് SFI മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോൺ ചലഞ്ച് സംഘടിപ്പിച്ചത്. ജില്ലയിലെ 1000 വിദ്യാർത്ഥികൾക്കാണ് SFI മൊബൈൽ ചലഞ്ചിലൂടെ ഫോൺ ലഭ്യമാക്കുന്നത്. കഴിഞ്ഞ അധ്യയന വർഷം ആരംഭിച്ച പ്രവർത്തനത്തിന്റെ തുടർച്ചയായി ഫസ്റ്റ് ബെൽ ഹെൽപ്പ് ലൈൻ 2 ചലഞ്ച് വഴിയാണ് മൊബൈൽ ഫോണുകൾ സമാഹരിച്ചത്. നേരത്തെ തന്നെ 10000 വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മീനടത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹിമാൻ മലപ്പുറം DDE KS കുസുമത്തിന് ഫോൺ കൈമാറി ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ മാസം നടന്ന വിദ്യാഭ്യാസ റിവ്യൂ മീറ്റിംഗിൽ ജില്ലയിൽ മൊത്തമായി 5000 ഡിവൈസുകളുടെ കുറവാണ് ഉണ്ടായിരുന്നത്. ആദിവാസി മേഖലയിലും തീരദേശ മേഖലയിലും ഒക്കെ തന്നെ ഏറ്റവും നിർധനരായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന പ്രദേശങ്ങൾ അടക്കമുള്ള മലപ്പുറം ജില്ലയിൽ 5000 ഡിവൈസിൻ്റെ കുറവ് വന്നപ്പോൾ അത് എത്തിച്ചു കൊടുക്കാമെന്നുള്ള ഒരു ചാലഞ്ച്
ഏറ്റെടുത്ത വിദ്യാർത്ഥി സംഘടനയാണ് SFI. 1000 ഡിവൈസുകൾ അത് മൊബൈൽ ഫോണുകളായി പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ കയ്യിലെത്തുകയാണ്. അതിൽ 300 എണ്ണം ഇന്ന് നൽകുകയാണ്. വിദ്യാർത്ഥി സമൂഹത്തോട് ഏറ്റവും പ്രതിബദ്ധതയും കടപ്പാടുമുള്ള ഒരു സംഘടനയാണ് SFI. ഇത് SFIയുടെ ഒരു പ്രവർത്തനം മാത്രമാണ് നമ്മൾ കണ്ടത്. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ SFIയും DYFI ഒക്കെ നടത്തുന്നുണ്ട്. ഇതിലൂടെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഈ സർക്കാർ ഉയർത്തിപ്പിടിച്ച നയങ്ങൾക്കുള്ള അംഗീകാരമാണ് പൊതുജനങ്ങളിലൂടെ ഇവിടെ നടപ്പിലാക്കി വരുന്നത്. SFI ജില്ലാ പ്രസിഡന്റ് E. അഫ്സൽ അധ്യക്ഷനായി. SFI കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ VP ശരത് പ്രസാദ്, അഡ്വക്കേറ്റ് രഹ്ന സബീന, തിരുരങ്ങാടി DEO KT വൃന്ദാകുമാരി, തിരൂർ DEO KP രമേഷ് കുമാർ, താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക, വൈസ് പ്രസിഡന്റ് V. അബ്ദുൾ റസാഖ, നിറമരുതൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ KT ശശി, KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം GA ജയപ്രകാശ്, മീനടത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് അജിതകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. തവനൂർ നിയോജക മണ്ഡലം MLA ഓഫീസും നവജീവൻ ഗ്രന്ഥാലയം ജനസേവന കേന്ദ്രവും നിയമസഭാ സ്പീക്കർ MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. KT ജലീൽ MLAയുടെ ഓഫീസ് ആലത്തൂരിലും മറ്റൊന്ന് എടപ്പാളിലും പ്രവർത്തിക്കും. രാവിലെ 9:30 മുതൽ 12:30 വരെ എടപ്പാൾ MLA ഓഫീസിലും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 5:30 വരെ ആലത്തൂർ പൂഴിക്കുന്നിലെ നവജീവൻ ഗ്രന്ഥാലയത്തോടനുബന്ധിച്ചുള്ള MLA ഓഫീസിലും ഞായർ ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും അഡീഷണൽ PAയുടെ സേവനവും ലഭ്യമാകും. ആലത്തൂരിലെ ഓഫീസിന്റെ നവജീവൻ ഗ്രന്ഥാലയം ജനസേവന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ MP രാജേഷ് നിർവഹിച്ചു. ചടങ്ങിൽ KT ജലീൽ MLA അധ്യക്ഷനായി. CPM ജില്ലാ കമ്മിറ്റി അംഗം കൂട്ടായി ബഷീർ, ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടി, തൃപ്രങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V. ശാലിനി, ജില്ലാ പഞ്ചായത്ത് അംഗം E. അഫ്സൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P. കുമാരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ഫുക്കാർ എന്നിവർ സംസാരിച്ചു. 3500 കിലോമീറ്റർ നടന്ന് യാത്ര ചെയ്ത് ഹിമാലയം കീഴടക്കി 2 യുവാക്കൾ. കൊണ്ടോട്ടി സ്വദേശികളായ സയ്യിദ് ദിൽഷാദും ബിലാലുമാണ് കൊണ്ടോട്ടിയിൽ നിന്ന് ഹിമാലയം വരെ നടന്നത്. 18,000 അടി ഉയരത്തിൽ ദേശീയ പതാക നാട്ടുകയും ചെയ്തു. ഞങ്ങൾ +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകാനിരിക്കുകയായിരുന്നു. ഇവൻ ഗൾഫിൽ പോയിട്ട് നാട്ടിലേക്ക് വന്ന് പിന്നെ ഗൾഫിലേക്ക് പോകാനിരിക്കെ ഞാൻ ഈ ഡ്രീമിലേക്ക് വിളിക്കുകയുണ്ടായത്. നമ്മൾ 1 വർഷം മുന്നേ ഈ ഒരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇതായിരുന്നു നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മൾ ഒറ്റയടിക്ക് അങ്ങ് ഇറങ്ങുകയും ചെയ്തു, സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു പാഠം ഇപ്പോൾ പഠിച്ചിരിക്കുകയാണ്. നമ്മൾ ഒരു മനുഷ്യൻ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. കേരളത്തിൽ നിന്ന് ഇവിടെ നടന്നില്ല, നടക്കാത്തതായിട്ടൊന്നുമില്ല. മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ നിന്ന് 98 ദിവസം നടന്നു യാത്ര ചെയ്ത് ഹിമാലയത്തിൽ രാജ്യത്തിന്റെ ദേശീയ പതാക നാട്ടി കേരളത്തിന്റെയും മലപ്പുറം ജില്ലയുടെ തന്നെയും അഭിമാനമായിരിക്കുകയാണ് 2 യുവാക്കൾ. കൊണ്ടോട്ടിക്കാരായ സയ്യിദ് ദിൽഷാദും കൂട്ടുകാരൻ ബിലാലുമാണ് നടന്നുപോയി ഹിമാലയം കീഴടക്കി ജില്ലയുടെ അഭിമാനമായിരിക്കുന്നത്. 3500 കിലോമീറ്ററോളം ദൂരം 3 മാസത്തിലധികം സമയമെടുത്താണ് ഇരുവരും നടന്നു തീർത്തത്. ടൈമായിട്ടാണോ ലഡാക്ക്? ഫസ്റ്റ് ടൈം ആയിട്ടാണ്. നാട്ടിൽ നിന്ന് ഇറങ്ങി തിരിക്കുമ്പോൾ വീട്ടുകാരെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വീട്ടുകാരെന്ന് പറയുമ്പോ എന്റെ വീട്ടിൽ ജയിച്ചു പോവാൻ മോനെന്ന് പറഞ്ഞത്. എന്റെ വീട്ടിൽ ആദ്യം വിട്ടിട്ടില്ലേനി, പിന്നെ എന്റെ വീട്ടിൽ ആദ്യം സമ്മതിച്ചില്ല. പിന്നെ ഡ്രീമല്ലേ, പിന്നെ കാഴ്ച കണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ കാഴ്ചകളിൽ എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് തന്നെയാണ് നടന്നിട്ട് എത്താന്നുള്ള ഒരു ലെവലിലേക്ക്. നമുക്കൊരു ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയും നമുക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ള ആ ഒരു ഇൻസ്പിറേഷൻ, അതായത് പുറത്തുള്ള എല്ലാ ആളുകളിലേക്ക് ഇൻസ്പിറേഷൻ എത്തിക്കുക എന്നുള്ള. നമ്മൾ നടന്നുകൊണ്ടും യാത്ര ചെയ്യാം. ഇപ്പോൾ ആളുകൾ 5 കിലോമീറ്ററും 10 കിലോമീറ്ററൊക്കെ നടക്കാൻ പഠിക്കുന്നുണ്ട് അല്ലേ. പണ്ട് കാലത്തെ ആളുകൾ എങ്ങനെയാ വണ്ടിയില്ലാത്ത സമയത്ത് നടന്ന് യുദ്ധം വരെ ചെയ്തിട്ടുള്ള ചരിത്രം വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. 3 മാസം മുമ്പാണ് ദിൽഷാദും ബിലാലും കൊണ്ടോട്ടിയിൽ നിന്നും ലഡാക്കിലേക്ക് യാത്ര തിരിച്ചത്. 3500 കിലോമീറ്റർ ദൂരമാണ് പിന്നിട്ടതും. യാത്രക്കിടയിൽ ഒരുപാട് പ്രതിസന്ധികളെ ഇരുവർക്കും തരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. ഈ യാത്രയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അധികമായിട്ട് ഹെൽപ്പ് ചെയ്ത് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് എന്താ പറയാ, നമുക്ക് മറക്കാൻ പറ്റാത്ത എന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് കാഴ്ച. പിന്നെ ഒരുപാട് പേര് നമ്മൾ സഹായിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്നാണെങ്കിലും നമ്മളിങ്ങനെ പോകുന്ന പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞാല് വെറും ആഗ്രഹം വെച്ചുകൊണ്ട് ഇറങ്ങിയതാ. പൈസ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല, വെറും ഉണ്ടായിരുന്നു. ഞാൻ ചെന്നൈയിൽ നയിച്ച പൈസ ഒരു 4000 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ചുകൊണ്ടായിരുന്നു നമ്മൾ 2 പേരെ ഇറങ്ങിയത്. കല്യാണത്തിന് ഇടുന്ന ഷൂവും ഈ ഒരു ബാഗും എന്താ പറയാ, ഇതൊന്നല്ല, സ്കൂൾ ബാഗായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. അതിൽ നമ്മൾ എന്താ പറയാ
ആവശ്യം ഒരു 4 കൂട്ടം ഡ്രസ്സും അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ വയലിൽ വെച്ചിട്ട് ആളുകളുടെ സപ്പോർട്ട് കൊണ്ട് കിട്ടി എന്ന് വേണം പറയാനായിട്ട്. കേരളത്തിലുള്ള മലയാളികളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ പുറത്താണെങ്കിലും ഒരുപാട് പേര് സപ്പോർട്ട്. ഒടുവിൽ ലഡാക്കിലെ 18,380 അടി ഉയരത്തിൽ കാർത്തുങ്കള ഗിരിശൃംഗത്തിൽ ഇന്ത്യയുടെ ദേശീയ പതാക നാട്ടി ചരിത്രം കുറിച്ചു. അതീവ സാഹസികമായ യാത്രയിലൂടെ ഇന്ന് കേരളത്തിന്റെയും മലപ്പുറം ജില്ലയുടെയും അഭിമാനമായി മാറിയിരിക്കുകയാണ് ഈ ചെറുപ്പക്കാർ. കോഴിക്കോട് പഴയ മാളിയേക്കൽ സയ്യിദ് കോയ തങ്ങളുടെ പൗത്രനാണ് ദിൽഷാദ്. നിറമരുതൂർ പഞ്ചായത്തിലെ ഉണ്ണിയാൽ വലനെയ്ത്ത് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചെലവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേനയാണ് വലനെയ്ത്ത് കേന്ദ്രം നിർമ്മിച്ചത്. എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചെലവിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേനയാണ് നിറമരുതൂർ പഞ്ചായത്തിലെ ഉണ്ണിയാൽ കടപ്പുറത്ത് വലനെയ്ത്ത് കേന്ദ്രം നിർമ്മിച്ചത്. വലനെയ്ത്ത് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. അനൂർ നിയോജക മണ്ഡലത്തിലെ നിറമരുതൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തി. അതോടൊപ്പം തന്നെ ഉണ്ണിയാൽ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ ഒരു 50-60 വർഷമായി ഈ പ്രദേശത്തുകാർ ആവശ്യപ്പെടുന്ന ഒരു കാര്യങ്ങളും ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് തന്നെ നിങ്ങൾ വിഭാവനം ചെയ്ത മുഴുവൻ പദ്ധതികളും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സർക്കാരിന് കഴിഞ്ഞു. അത് റോഡുകളായാലും ഫിഷ് ലാൻഡിംഗ് സെൻ്റർ ആയാലും വലനെയ്ത്ത് കേന്ദ്രമായാലും ടൂറിസം കേന്ദ്രങ്ങളായാലും ഒക്കെ തന്നെ 23 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുള്ള 1962 ചതുരശ്ര അടി വിസ്തീർണത്തിൽ അനുബന്ധ സൗകര്യങ്ങളായ പാർക്കിംഗ് ഏരിയയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിറമരുതൂർ പഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും ഉപകരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് വലനെയ്ത്ത് കേന്ദ്രം സ്ഥാപിച്ചിട്ടുള്ളത്. നിറമരുതൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി സൈദലവി അധ്യക്ഷനായി. ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി രേഷ്മ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ പ്രേമ, പോളാട്ട് നാസർ, നിറമരുതൂർ പഞ്ചായത്ത് അംഗങ്ങളായ വി സുഹറ റസാഖ്, ടി ശ്രീധരൻ, പി പ്രേമലത, ഖദീജ തേക്കിൽ, പി സേതുമോൻ, പി ഗഫൂർ തുടങ്ങിയവർ സംസാരിച്ചു. സമ്പൂർണ്ണ ലോക്ക്ഡൌണായ തിരൂരങ്ങാടിയിൽ നിയന്ത്രണം ലംഘിച്ച് തുറന്ന കടകൾ പോലീസ് അടപ്പിച്ചു. TPR പ്രകാരം C കാറ്റഗറിയിൽ ഉൾപ്പെട്ട തിരൂരങ്ങാടിയിൽ അവശ്യ സേവന വിഭാഗത്തിന് മാത്രമാണ് പ്രവർത്തനാനുമതി. കഴിഞ്ഞ ദിവസം വരെയുള്ള TPR ശരാശരി അനുസരിച്ച് തിരൂരങ്ങാടി നഗരസഭയിൽ 16.67% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. സർക്കാർ മാർഗനിർദ്ദേശപ്രകാരം TPR 12-നും 18-നും ഇടയിലുള്ള പ്രദേശങ്ങൾ C കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്. ഇതനുസരിച്ച് അത്യാവശ്യ സേവന വിഭാഗക്കാർക്ക് മാത്രമാണ് രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ പ്രവർത്തിക്കാൻ അനുമതിയുള്ളതും അല്ലാത്ത സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ച മാത്രമേ തുറക്കാൻ അനുവാദമുള്ളൂ. എന്നാൽ കടുത്ത നിയന്ത്രണങ്ങൾ നിലവിൽ വന്ന വ്യാഴാഴ്ച രാവിലെ എല്ലാ കടകളും ചെമ്മാട് ടൗണിൽ തുറന്നിരുന്നു. പിന്നീട് പോലീസ് എത്തി കടകൾ നിർബന്ധപൂർവ്വം അടപ്പിക്കുകയായിരുന്നു. പലചരക്ക്, പച്ചക്കറി, മെഡിക്കൽ ഷോപ്പ് അടക്കമുള്ള സ്ഥാപനങ്ങൾ മാത്രമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. തുണിക്കടകളും ചെരുപ്പ് കടകളും തട്ടുകടകളും അടക്കമുള്ള സ്ഥാപനങ്ങൾ അടപ്പിച്ചവയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. അതേസമയം വാഹനങ്ങൾ നിയന്ത്രണങ്ങളില്ലാതെ പുറത്തിറങ്ങുന്നുമുണ്ട്. തിരൂരങ്ങാടി നഗരസഭയിൽ ഇന്നലെ മാത്രം 21 രോഗികളാണുള്ളത്. കഴിഞ്ഞ 7 ദിവസത്തെ TPR ശരാശരി അനുസരിച്ചാണ് നഗരസഭയിൽ 16% TPR ആണെന്ന് കണക്കാക്കുകയും C കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി സമ്പൂർണ്ണ ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതറിയാതെയാണ് നഗരസഭയിൽ ചെമ്മാട് ടൗണിലടക്കം മുൻ ദിവസങ്ങളിലെ പോലെ കടകളെല്ലാം തുറന്നതും. എന്നാൽ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച് പോലീസ് എത്തി കടകൾ അടപ്പിക്കുകയായിരുന്നു. അതേസമയം ജില്ലയിൽ TPR-ഉം രോഗികളുടെ എണ്ണവും കുറവില്ലാതെ തുടരുകയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ രോഗികൾ ബുധനാഴ്ച മലപ്പുറത്താണ്. 1610 പേർക്കാണ് കോവിഡ് പോസിറ്റീവായത്. TPR 11.6% എന്ന നിരക്കിൽ കുറവില്ലാതെ തുടരുന്നു. രോഗവ്യാപനം പ്രതീക്ഷിച്ച തോതിൽ കുറയാത്തതാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനുള്ള തീരുമാനം. ഇന്നലെ മാത്രം 1045 പേർ രോഗമുക്തരായിട്ടുണ്ട്. നിലവിൽ 12,000-ലധികം ആളുകൾ ജില്ലയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. മംഗലം ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിൽ സാനിറ്റേഷൻ പ്രവർത്തനങ്ങളുടെ മറവിൽ വ്യാപകമായി മണൽ കടത്തുന്നതായി പരാതി. JCB ഉപയോഗിച്ച് വാരിയെടുത്ത 60ഓളം ലോഡ് മണൽ വിൽപ്പന നടത്തിയെന്നാണ് ആക്ഷേപം. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് വ്യാപകമായി മണൽ കടത്തുന്നതാരോപിച്ച പ്രതിഷേധമായി DYFI രംഗത്തെത്തി. മംഗലം ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിലാണ് സാനിറ്റേഷൻ പ്രവർത്തനങ്ങളുടെ മറവിൽ വ്യാപകമായി മണൽ കടത്തുന്നത്. JCB ഉപയോഗിച്ച് വാരിയെടുത്ത 60ഓളം ലോഡ് മണൽ വിൽപ്പന നടത്തിയെന്നാണ് ആക്ഷേപം. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിലാണ് വ്യാപകമായി മണൽ കടത്തുമെന്ന് ആരോപിച്ച പ്രതിഷേധമായി DYFI
16-ാം വാർഡിനകത്ത്, മംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽപ്പെട്ട 16-ാം വാർഡിനകത്ത് നടക്കാഴിത്തോട് എന്നറിയപ്പെടുന്ന ആവിപ്പുഴയിൽ അനധികൃതമായി കടന്നു വന്ന് മണൽ വാരിയെടുക്കുകയും 60-ൽ പരം ലോഡ് മണലുകൾ പുറമേക്ക് വിൽക്കുന്ന ഒരു സ്ഥിതിയും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് അരങ്ങേറുകയുണ്ടായി. നമ്മുടെ ഇവിടെ വൃത്തിയാക്കേണ്ട ആവിപ്പുഴയിലെ പ്ലാസ്റ്റിക് മറ്റു മാലിന്യങ്ങളെ അതുപോലെ തന്നെ അതിനകത്ത് കാഴ്ചവസ്തുക്കളെ പോലെ നിക്ഷേപിക്കുകയും ഇതിനകത്തുള്ള മണലെടുത്ത് ഭൂമാഫിയയുടെ രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് വാർഡ് മെമ്പറും സഹചാരികളും നീങ്ങിയിട്ടുണ്ട്. കൂട്ടായി ടൗണിലൂടെ പോകുന്ന ആവപ്പുഴയിൽ നിന്നും ഏകദേശം 100 മീറ്ററോളമാണ് മണൽ വാരൽ നടത്തിയത്. സാനിറ്റേഷൻ കമ്മിറ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കമ്മിറ്റിക്കകത്ത് ഇഷ്ടക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പകൽക്കൊള്ള നടക്കുന്നതെന്ന് ഡിവൈഎഫ്ഐ ആരോപിച്ചു. അഴിമതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐ കൂട്ടായി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. സാനിറ്റേഷൻ കമ്മിറ്റി സുതാര്യമാക്കി രൂപീകരിക്കുന്നതിന് പകരം തൻ്റെ ഇഷ്ടക്കാരെ സാനിറ്റേഷൻ കമ്മിറ്റിക്കകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രതികരണശേഷിയില്ലാത്ത, സുതാര്യതയില്ലാത്ത ഒരു കമ്മിറ്റിയാക്കി സാനിറ്റേഷൻ കമ്മിറ്റിയെ മാറ്റിയിട്ടുണ്ട്. പ്രഥമഘട്ടം എന്നുള്ള രീതിയിൽ ഈ വിഷയം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഡിവൈഎഫ്ഐ അതിനുശേഷം നിയമ നടപടികളും മറ്റു പ്രതിഷേധ പരിപാടികളും ഏറ്റെടുക്കുമെന്നാണ് ഡിവൈഎഫ്ഐ കൂട്ടായി മേഖലാ കമ്മിറ്റിക്ക് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്. വി കെ തുഫൈർ, കെ വി ഫഹദ, പി പി ഇസ്മായിൽ, എ വി ആബിദ്, കെ കെ അഷ്റഫ്, സി പി സമീർ, പി ഷിബിൽ, കെ നസറുള്ള, വി പി ഷാജി തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പിണറായി സർക്കാരിന്റെ വനംകൊലക്കെതിരെ ബി.ജെ.പി. താനൂർ നിയോജക മണ്ഡലം സംഘടിപ്പിച്ച പദയാത്ര വിവിധ സ്ഥലങ്ങളിൽ നടന്നു. പിണറായി സർക്കാരിന്റെ വനംകൊള്ളക്കെതിരെയാണ് ബി.ജെ.പി. താനൂർ നിയോജക മണ്ഡലം പദയാത്ര സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ പദയാത്ര നടന്നു. നിങ്ങൾ അതിനെ മറയാക്കാൻ ലക്ഷദ്വീപിലേക്കും യു.പിയിലേക്കും വിരൽ ചൂണ്ടുമ്പോൾ കേരളത്തിൽ നിന്ന് രാജ്യത്തിന്റെ പ്രകൃതി, രാജ്യത്തിന്റെ വനസമ്പത്ത് ആയിരക്കണക്കിന് കോടിയാണ് നിങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ടിട്ടുള്ളത്. ആ മുറിച്ചു മാറ്റപ്പെട്ട മരങ്ങളെവിടെ? അതിന്റെ കോടികളെവിടെ? ആരുടെ അക്കൗണ്ടിലെത്തിപ്പോൾ? ആരുടെ അക്കൗണ്ടിലെത്തി? ഇത്രയും കാര്യങ്ങൾ വളരെ ഗൗരവമായി നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു മതത്തിന്റെ പ്രശ്നമല്ല, ഇതൊരു മറ്റു സംഘടനയുടെ പ്രശ്നമല്ല. ഇത് നമ്മളുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിന്റെ ഇന്നത്തെ വിലപിടിപ്പുള്ള നമ്മളുടെ പ്രകൃതിയുടെ ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തലാണ്. സംസ്ഥാന സമിതി അംഗം കെ നാരായണൻ മാസ്റ്റർ, ഗീതാ മാധവൻ, മണ്ഡലം പ്രസിഡന്റ് പ്രിയേഷ്, ജനറൽ സെക്രട്ടറി കെ പ്രഭാകരൻ, ഹുസൈൻ വാരിക്കോട്ടിൽ, പുരുഷോത്തമൻ, രവീന്ദ്രൻ കുന്നത്ത, പ്രവീൺ, സുകുമാരൻ, ദീപേഷ്, കൃഷ്ണൻ, ദേവകി, ഭീന, ഗീത, ഷീന, സുമിത തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൺലൈൻ പഠനത്തിന് സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത്. മൊബൈൽ ഫോൺ ചാലഞ്ചിലൂടെ സ്വരൂപിച്ച മൊബൈൽ ഫോണുകൾ മന്ത്രി വി ഹദുറഹിമാൻ വെള്ളിയാഴ്ച വിദ്യാർത്ഥികൾക്ക് നൽകും. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബത്തിലെ കുട്ടികൾക്ക് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വെള്ളിയാഴ്ച മൊബൈൽ ഫോണുകൾ വിതരണം ചെയ്യും. ഓണത്തിനൊരു മുറം പച്ചക്കറി പദ്ധതിക്കും വെള്ളിയാഴ്ച തുടക്കമാകും. ഉച്ചയ്ക്ക് 2-ന് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും. കുറുക്കോളി മൊയ്തീൻ MLA അധ്യക്ഷനാകും. പച്ചക്കറി തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങും. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് നാളെ 2 പരിപാടികളുടെ ഉദ്ഘാടനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. ഒന്ന്, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ചേർന്ന് നമ്മുടെ പഠിക്കാൻ പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 30-ലധികം മൊബൈൽ ഫോണുകൾ നൽകുകയാണ്. ഇത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും ചേർന്നാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ആ മൊബൈൽ ഫോണുകൾ തിരൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ രമേശ് അവർക്ക് നൽകി ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ കായിക ഹജ്ജ് വഖഫ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ നിർവഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയുടെ തിരൂർ ബ്ലോക്ക് തല ഉദ്ഘാടനവും നാളെ ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കും.
നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ബ്ലോക്ക് കോൺഫറൻസ് ഹാളിൽ കോവിഡ് മാനദണ്ഡങ്ങളോടുകൂടി നടത്തുന്ന പരിപാടിയിൽ തിരൂരിൻ്റെ പ്രിയപ്പെട്ട MLA ശ്രീ കുറുക്കോളി മൊയ്തീൻ അവർ അധ്യക്ഷം വഹിക്കും. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് ഡയറക്ടർ എസ് ബീന ഒരുമുറം പച്ചക്കറി പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ബ്ലോക്ക് പഞ്ചായത്തിലെയും ഘടക സ്ഥാപനങ്ങളിലെയും ജീവനക്കാരും മൊബൈൽ ഫോൺ ചലഞ്ചിലൂടെ ഫണ്ട് സ്വരൂപിച്ചാണ് ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോണുകൾ നൽകി സൗകര്യമൊരുക്കുന്നത്. ഈ പരിപാടിയിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും മറ്റു രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രഗത്ഭ വ്യക്തികൾ പങ്കെടുക്കും. ഈ പരിപാടിയിൽ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചത് കോവിഡ് കാലത്ത് ഒരു പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പാക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവസരം കിട്ടാത്ത കുട്ടികൾക്ക് അവസരമുണ്ടാക്കാൻ മറ്റുള്ള ആളുകളും സഹായിക്കാൻ ഇതൊരു പ്രചോദനമാവട്ടെ എന്ന നിലക്കാണ്. കേന്ദ്ര സർക്കാരിന്റെ ഇന്ധനക്കൊള്ളക്കെതിരെയും ജനവിരുദ്ധ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെയും LDF ആഹ്വാനം ചെയ്ത പ്രതിഷേധ സായാഹ്നം ചെമ്പ്രവട്ടത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടന്നു. എ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. LDF സിന്ദാബാദ്, LDF സിന്ദാബാദ്, LDF സിന്ദാബാദ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയം തിരുത്തുക, കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയം തിരുത്തുക. കേന്ദ്ര സർക്കാരിന്റെ ഇന്ധനക്കൊള്ളക്കെതിരെയും ജനവിരുദ്ധ കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെയും LDF ആഹ്വാനം ചെയ്ത പ്രതിഷേധ സായാഹ്നം ചെമ്പ്രവട്ടത്ത് വിവിധ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ചു. ചെമ്പ്രവട്ടം അങ്ങാടിയിൽ KPA ഭാവ അധ്യക്ഷത വഹിച്ചു. M പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറി C ഹരിദാസ്, NCP മണ്ഡലം സെക്രട്ടറി KT മുഹമ്മദ് കുട്ടി, SP ദിലീപ്, മറ്റു വിവിധ കേന്ദ്രങ്ങളിൽ പാട്ടത്തിൽ ഇബ്രാഹിംകുട്ടി, K ജയപ്രകാശ്, TV മൊയ്തീൻകുട്ടി, KP അഷ്റഫ്, K ബിന്ദു എന്നിവർ സംസാരിച്ചു. ലോക ഡോക്ടർ ദിനത്തോടനുബന്ധിച്ച് മഹാമാരി കാലത്ത് കോവിഡ് രോഗികൾക്കായി താങ്ങായ ഡോക്ടർ ജമാലിനെ തിരൂർ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. കോവിഡ് കാലത്തെ ആരോഗ്യ മേഖലയിൽ നിസ്വാർത്ഥ സേവനത്തിനാണ് ഡോക്ടർ ജമാലിനെ തിരൂർ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചത്. തിരൂർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിഷാദ് വെളിയമ്പാട്ട പൊന്നാടയണിയിച്ച് ഡോക്ടർ ജമാലിനെ ആദരിച്ചു. COVID-19 വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് രാജ്യത്ത് മഹാമാരിയുടെ ഭീതി നിലനിൽക്കുന്ന സമയത്ത് സ്വന്തം കുടുംബവും ആരോഗ്യവും എല്ലാം മറന്ന് ആരോഗ്യ പ്രവർത്തകർ പ്രത്യേകിച്ചും ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ തിരൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഹോസ്പിറ്റലിൽ സേവനം ചെയ്യുന്ന ഡോക്ടർ ജമാൽ സാറിനെ ആദരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രാജ്യത്തുള്ള എല്ലാ ഡോക്ടർമാരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അഷഫ് ആളത്തിൽ, അൻസാർ, ഷാജഹാൻ അമ്മേങ്ങര, ഗണശ്യാം, താജുദ്ദീൻ പയ്യനങ്ങാടി, അയ്യൂബ്, ഹിജാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ജൂനിയർ വിഭാഗം മാഡിൽസിൽ ലോക റാങ്കിങ്ങിൽ മൂന്നാമതെത്തിയ മുഹമ്മദ് അനാനെ താനാളൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉപഹാരം നൽകി അനുമോദിച്ചു. ജൂനിയർ വിഭാഗം ഹാഡിൽസിൽ ലോക റാങ്കിങ്ങിന്റെ മൂന്നാമതെത്തിയ മുഹമ്മദ് അനാനെയാണ് താനാളൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഉപഹാരം നൽകി അനുമോദിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM മല്ലിക ടീച്ചർ ഉപഹാരം നൽകി ആദരിച്ചു. വൈസ് പ്രസിഡന്റ് V അബ്ദുൾ റസാഖ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ P സതീശൻ, KV സിനി, അമീറ കുനിൽ, വാർഡ് മെമ്പർ K ഫാത്തിമ എന്നിവർ സംസാരിച്ചു. K ലൈജു KV സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി രാംജിലാൽ നന്ദിയും പറഞ്ഞു. സംസ്ഥാനത്ത് നിന്ന് 12,868 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,24,886 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.3 ആണ്. സംസ്ഥാനത്ത് നിന്ന് 12,868 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 1,561, കോഴിക്കോട് 1,381, തിരുവനന്തപുരം 1,341, തൃശൂർ 1,304, കൊല്ലം 1,186, എറണാകുളം 1,153, പാലക്കാട് 1,050, ആലപ്പുഴ 832, കണ്ണൂർ 766, കാസർഗോഡ് 765, കോട്ടയം 504, പത്തനംതിട്ട 398, ഇടുക്കി 361, വയനാട് 266 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ
24 മണിക്കൂറിനിടെ 1,24,886 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.3 ആണ്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 124 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 13,359 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 50 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ്. 12,112 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 643 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 63 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 11,564 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളായി 3,91,232 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.7% രേഖപ്പെടുത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 1,561 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. മലപ്പുറം ജില്ലയിൽ വ്യാഴാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.7% രേഖപ്പെടുത്തിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 1,561 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. 1,107 പേർ കോവിഡ് ബാധയ്ക്ക് ശേഷം ജില്ലയിൽ രോഗമുക്തരായി. ഇതോടെ കോവിഡ് വിമുക്തരായി സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയവരുടെ എണ്ണം 3,23,699 ആയി. വ്യാഴാഴ്ച രോഗബാധ സ്ഥിരീകരിച്ചവരിൽ 1,533 പേർ രോഗികളുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ വൈറസ് ബാധിതരായവരാണ്. 8 പേർക്ക് വൈറസ് ബാധ ഉണ്ടായതിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 3 പേരും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജില്ലയിൽ തിരിച്ചെത്തിയ 5 പേർക്കും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജില്ലയിലേക്ക് എത്തിയ 12 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ തിരൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. നാഥനില്ലാ കളരിയായി മാറിയ 200ഓളം ഗവൺമെന്റ് പ്രൈമറി വിദ്യാലയങ്ങളിൽ പ്രഥമാധ്യാപകരെ നിയമിക്കുക. ഗവൺമെന്റ് സ്കൂളിൽ നിയമനം ലഭിച്ച അധ്യാപകരെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുക. എയ്ഡഡ് സ്കൂളിലെ അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കുക. ഗവൺമെന്റ് പ്രൈമറി വിദ്യാലയങ്ങളിൽ 2 വർഷങ്ങളായി ഒഴിഞ്ഞുകിടക്കുന്ന ഹെഡ്മാസ്റ്റർ തസ്തികകളിൽ നിയമനം നടത്തുക. ഡിജിറ്റൽ പഠന സൗകര്യമില്ലാത്ത കുട്ടികൾക്ക് അടിയന്തരമായി പഠന സൗകര്യങ്ങൾ ഒരുക്കുക. ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ച സന്ദർഭത്തിൽ അധ്യാപകരെ കോവിഡ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തിരൂർ DEO ഓഫീസിന് മുന്നിൽ ധർണ നടത്തിയത്. സമരം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CV സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് പ്രൈമറി തലത്തിലുള്ള റാങ്ക് ലിസ്റ്റിൽപ്പെട്ട അധ്യാപകരെ നിയമിക്കണമെന്ന ആവശ്യം മലപ്പുറം ജില്ലയിലൊക്കെ LP-UPയുടെ റാങ്ക് ലിസ്റ്റ് വരാൻ പോകണേ ഉള്ളൂ. പ്രസിദ്ധീകരിച്ച് അപ്ലറ്റും അതിൻ്റെ മുന്നോടിയായിട്ട് തസ്തിക നിർണ്ണയം നടത്തിയിട്ടുള്ളതിൻ്റെ കാര്യങ്ങൾ അവിടെ ഓഫീസുകളിൽ മുഖാന്തരം കളക്ട് ചെയ്യാനുള്ള സംവിധാനം ഇന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ KPSE ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ ന്യായപൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളാണെന്നും അത് യഥാസമയം ചൂണ്ടിക്കാണിക്കാനും അധ്യാപകരുടെ പക്ഷത്ത് നിൽക്കാനും KPSE എന്ന അധ്യാപക സംഘടന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് നമുക്ക് സധൈര്യം പറയാം. അധ്യാപകർക്ക് അനുഭവത്തിൽ ഈ KPSEയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ് അവർക്ക് പ്രയോജനം ലഭിച്ചിട്ടുള്ളത്. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ബെന്നി തോമസ് അധ്യക്ഷത വഹിച്ചു. CP മോഹനൻ, K പ്രദീപ് കുമാർ, CB തോമസ്, P അബ്ദുൽ ഷുക്കൂർ, ഷഫീഖ്, KV പ്രഷീദ്, P സജയ് എന്നിവർ സംസാരിച്ചു. വർക്കിംഗ് വുമൻസ് കോർഡിനേഷന്റെ നേതൃത്വത്തിൽ സാമൂഹ്യ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. വർക്കിംഗ് വുമൻസ് കോർഡിനേഷന്റെ നേതൃത്വത്തിലാണ് സാമൂഹ്യ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചത്. BP അങ്ങാടി അങ്കണവാടി പരിസരത്ത് നടന്ന പരിപാടി KSTA സബ് ജില്ലാ സെക്രട്ടറി കാർത്തിയാനി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്ത്രീധനം എന്ന വിപത്ത് 1961 നിയമം മൂലം നിരോധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും ഇതിൻ്റെ പേരിലുള്ള പീഡനങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളും വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ പുരോഗമന കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള അനീതികൾ വർദ്ധിച്ചു വരുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു സംഭവമാണ്. ഇത്തരത്തിലുള്ള അനീതികൾ വർദ്ധിച്ചു വരാതിരിക്കുന്നതിന്, ഇങ്ങനെയുള്ള പീഡനങ്ങൾ ഇല്ലാതെ ഇരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് വർക്കിംഗ് വുമൻസ് കോർഡിനേഷൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. ഈ ഒരു പ്രതിഷേധം ഇനിയും മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള എല്ലാ സംഘടനകളും, വനിതാ സംഘടനകളും എല്ലാം തന്നെ ഇന്ന് മുന്നോട്ട് വന്നിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇത് ഇനിയും തുടരും. ഒരു സാഹചര്യത്തിൽ മാത്രം ചെയ്തു തീർക്കേണ്ട ഒന്നല്ല. ഇതൊരു ഒരു ജ്വാലയായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകും എന്നാണ് പറയാനുള്ളത്. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഉഷ K, സൗദ, സരോജം തുടങ്ങിയവർ പങ്കെടുത്തു. സാന്റോസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പരപ്പേരി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ സജിത O വിതരണോദ്ഘാടനം നിർവഹിച്ചു.
സാന്റോസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത്. പരപ്പേരി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി എക്സൈസ് ഇൻസ്പെക്ടർ സജിത ഒ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പരപ്പേരി CI ചർച്ച് വികാരിയും സ്കൂൾ ലോക്കൽ മാനേജറുമായ ഷൈന അച്ഛൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രധാന അധ്യാപകനായ പ്രമോദ് ഓൺസൺ, ക്ലബ്ബ് ഭാരവാഹികളായ പ്രശാന്ത് മാത്യൂസ്, അനു റിജോയ്, ബോണി വിമൽ, അബ്ബാസ്, സുരേഷ് എന്നിവർ ആശംസയും സാബിനുൽ നന്ദിയും പറഞ്ഞു. ഓയിസ്ക ഇന്റർനാഷണൽ ജില്ലാ ചാപ്റ്ററും ജില്ലാ റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായി ജൂലൈ 1 അന്താരാഷ്ട്ര ഡോക്ടർമാരുടെ ദിനത്തിൽ തിരൂരിലെ ഡോക്ടർമാരെ ആദരിച്ചു. ഓയിസ്ക ഇന്റർനാഷണൽ ജില്ലാ ചാപ്റ്ററും ജില്ലാ റെസിഡൻസ് അസോസിയേഷനും സംയുക്തമായാണ് ജൂലൈ 1 അന്താരാഷ്ട്ര ഡോക്ടർമാരുടെ ദിനത്തിൽ തിരൂരിലെ ജനകീയ ഡോക്ടർമാരെ ആദരിച്ചത്. TK അബ്ദുറഹിമാൻ, ഡോക്ടർ ഇന്ദിര ഗോപിനാഥ്, ഡോക്ടർ രതി വേണുഗോപാൽ എന്നിവരെയാണ് ഓയിസ്ക ജില്ലാ പ്രസിഡന്റ് KK അബ്ദുൾ റസാഖ് ഹാജിയുടെ നേതൃത്വത്തിൽ ആദരിച്ചത്. മെഡിക്കൽ സയൻസ് പഠിച്ച ഡോക്ടർമാർ അവരുടെ ആ സയൻസ് ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത് ഒരു സേവനമായിട്ടല്ല ഞാൻ കരുതുന്നത്. അത് അവരുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടർമാരും മറ്റാരോഗ്യ പ്രവർത്തകരും അവരുടെ ഡ്യൂട്ടി സമയത്ത് അവർക്ക് നേരെയുണ്ടാകുന്ന അതിക്രമങ്ങൾ സംരക്ഷിക്കേണ്ടത് പൊതുജനങ്ങളുടെയും പോലീസിൻ്റെയും സർക്കാരിൻ്റെയും കൂടെ ഡ്യൂട്ടിയാണെന്ന് ഞാൻ കരുതുന്നു. ഏതായാലും ഇങ്ങനെ ഉള്ളൊരു ഡ്യൂട്ടിയെ ഒരു സേവനമായി കണ്ട് അതിനെ ആദരിക്കാനുള്ള സന്മനസ് കാണിച്ച ഈ സംഘടനയെ ഞാൻ ബഹുമാനിക്കുന്നു. അവരുടെ ആദരവ് ഞാൻ സ്വീകരിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളെ സംബന്ധിച്ചോളം 50 വർഷമായിട്ട് ഞങ്ങളുടെ കൂടെ ഈ ആശുപത്രിയുടെ നെടുന്തൂണെന്ന് തന്നെ പറയാം ആയി പ്രവർത്തിക്കുന്ന 2 പേരാണ്. ഈ ആശുപത്രി ഇന്നത്തെ നിലയിൽ എത്തിച്ചത് ഇവർ 2 പേരുടെയും അകമഴിഞ്ഞ ഹാർഡ് വർക്കും ഈ ജനങ്ങളോടുള്ള സ്നേഹവും എല്ലാം കൊണ്ട് മാത്രമാണ്. അതൊന്നും അതിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി പറയാൻ എനിക്ക് വാക്കുകളില്ല. എന്തായാലും അവരുടെ എല്ലാ ആയുസ്സും ആരോഗ്യവും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പറഞ്ഞ മാതിരി 78-ലാണ് ഞങ്ങളിവിടെ സ്റ്റേറ്റ് ഫ്രം കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് തിരൂർ നഴ്സിംഗ് ഹോമിൽ വരുന്നത്. ആലിഫ് സാറിൻ്റെ ശിക്ഷണത്തിൽ ആണ് ഞങ്ങളിന്ന് എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അത് ഈ തിരൂരിലെ നാട്ടുകാരുടെ സ്നേഹവും കരുതലും ഈ ആസ്പത്രിയിലെ പരിസ്ഥിതിയും ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരുപാട് കടപ്പാടുണ്ട് ആസ്പത്രിയോടും സ്നേഹം നമ്മുടെ നാട്ടുകാരോടും. ഇന്റർനാഷണൽ ഡോക്ടേഴ്സ് ഡേ, ലോക ഡോക്ടർമാരുടെ ദിനമായ ഇന്ന് നമ്മൾ സമൂഹത്തിൽ പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ആതുര ശുശ്രൂഷ ചെയ്യുന്ന പ്രഗത്ഭരായ ഡോക്ടർമാരെ കണ്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു ആദരിക്കൽ ചടങ്ങാണ്. ഓയിസ്ക ഇന്റർനാഷണൽ എന്ന് പറയുന്ന ജപ്പാൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഘടനയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ഡോക്ടർ അബ്ദുൽ നാസർ, ഡോക്ടർ നൌഷാദ, ഡോക്ടർ ഉസൈൻ, ആസാദ് മുത്തുകോയത്തങ്ങൾ, മെജസ്റ്റിക് അഹമ്മദ്, സുനിൽ കാവുങ്ങൽ, KPO റഹ്മത്തുള്ള, മുഹമ്മദ് കുട്ടി ഹാജി, സിസ്റ്റർ PM ആനന്ദ, മുജീബ് താനാളൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിറമരുതൂർ ഗ്രാമപഞ്ചായത്ത് PP സൈതലവിക്കെതിരെ ഗ്രാമപഞ്ചായത്ത് UDF മെമ്പർമാർ അവിശ്വാസത്തിന് നോട്ടീസ് നൽകി. UDF ഭൂരിപക്ഷമുള്ള ഭരണസമിതിയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു UDF മെമ്പറുടെ വോട്ട് അസാധുവായതിനെ തുടർന്ന് നറുക്കെടുപ്പിൽ LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിജയിക്കുകയായിരുന്നു. താനാളൂരിൽ LDF അംഗത്തിന്റെ തെരഞ്ഞെടുപ്പിനെതിരായ ഹർജി തള്ളി. UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി നൽകിയ ഹർജിയാണ് തിരൂർ മുനിസിപ്പൽ കോടതി തള്ളിയത്. അബ്ദുൾ റസാഖിന്റെ വിജയം റദ്ദ് ചെയ്യുന്നത് കാട്ടിയാണ് സൈതലവി ഹർജി നൽകിയിരുന്നത്. മലപ്പുറത്ത് 13 തദ്ദേശ സ്ഥാപനങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ. താനൂർ, പൊന്നാനി നഗരസഭകളിലും 10 പഞ്ചായത്തുകളിലുമാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഇന്നു മുതൽ പ്രാബല്യത്തിലായത്. നിറമരുതൂർ പഞ്ചായത്തിലെ ഉണ്ണിയാൽ ബാല നെയ്ത്ത് കേന്ദ്രം മന്ത്രി വി ഹദുറഹിമാൻ നാടിന് സമർപ്പിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചെലവിലാണ് വലനെയ്ത്ത് കേന്ദ്രം നിർമ്മിച്ചത്. സംസ്ഥാനത്ത് ഇന്ന് 12,868 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,24,886 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.3 ആണ്. ജില്ലയിൽ വ്യാഴാഴ്ച കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്
11.7% രേഖപ്പെടുത്തി. 1561 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.